Ken je mij nog? Sorry, I don't speak Dutch. Can you speak in English, please? Oh, Smita. 27 years in Netherlands and still haven't learned the language? You know me? Sorry, I can't place you. I can't blame you for that. It's been really long. Can I come in? Oh, yeah, sure, please. Nice home. Looks like you have more space for your plants now. Yeah, thank you. Actually, my husband wanted to shift here after our kids moved out on their own. Yeah. Aravind always liked being far from the crowd, right? You knew Aravind? Don't worry, Smita. I'm not here to steal anything. Nah, I'm not worried about that. After I lost Aravind to COVID, I've been all by myself. I don't have many visitors either. Your face looks very familiar, but I'm not able to place you, that's all. I'm sorry for your loss. Hey, why don't you get me something to drink? And then we talk? Yeah, sure. How is Deepika and Deepak? Where are they now? They are doing well, busy in their own lives. They visit me every weekend, at least most of the weekends. I haven't seen them for such a long time. 22 years. They were really small then. Wow, Tanu, is that you? I can't believe it. എവിടെയായിരുന്നു ഇതുവരെ? ഞങ്ങൾ എന്തോരം അന്വേഷിച്ചെന്നറിയാമോ? You didn't even give me a chance to apologize properly. It all happened so sudden and you just disappeared. Why didn't you come earlier? സത്യം പറഞ്ഞാൽ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ എന്തോ പറ്റിയില്ല. അന്ന് ഇവിടുന്ന് പോയതിന് ശേഷം ലൈഫ് ഒന്ന് സെറ്റിലാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. അരവിന്ദ് മരിച്ചതും നിങ്ങൾ വീട് മാറിയതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. വരണമെന്ന് പലതവണ വിചാരിച്ചെങ്കിലും അതിനുള്ളൊരു ധൈര്യം ഉണ്ടായില്ല. എന്നാലും അരവിന്ദനും കാണുന്നുണ്ടായിരുന്നു നിന്നെ. പ്ലീസ് ഗെറ്റ് മീ സംതിങ് ടു ഡ്രിങ്ക്. ഞാൻ എല്ലാം പറയാം. Sure. You still have your very special gin and tonic, right? You still remember? I don't have that anymore. But let me get you something cold anyway. എന്നാലും തനു, ഇത്ര നാൾ നീ എന്താ വിളിക്കാതിരുന്നേ? You didn't ever forgive me, അല്ലേ? America is under attack. A second plane hit the second tower. Today we've had a national tragedy. Two airplanes have crashed into the World Trade Center in an apparent terrorist Aravind? attack on our country. Can you get the door? Oh my goodness. We're looking at ആരോ മണി അടിച്ചു. ആ ഒപ്പേർ പെണ്ണായിരിക്കും. and there is smoke pouring അവര് ബസ് കയറ്റി വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. appear that there has been another ഒരു മിനിറ്റ്, ഞാൻ ഈ ടെററിസ്റ്റ് അറ്റാക്കിന്റെ ന്യൂസ് ഒന്നുകൂടെ ഒന്ന് കണ്ടോട്ടെ. there is smoke in the air over the Pentagon. തനു ഓപ്പേർ പണിക്ക് ജോർജറ്റായി പറഞ്ഞിട്ട്. അറിയാം, ഞങ്ങൾ നോക്കിയിരിക്കുവായിരുന്നു. വായോ. ഇത് അരവിന്ദ്. ഹലോ. ഫ്ലൈറ്റ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഡിലേ ഉണ്ടെന്ന് ന്യൂസിലൊക്കെ കണ്ടായിരുന്നു. ആദ്യമായിട്ടല്ലേ ഇത്രയും ദൂരം യാത്രയൊക്കെ ചെയ്യുന്ന അല്ലേ? കുഴപ്പമില്ല. ഇരിക്കെ. ദീപിക, ദീപു, ഓടിവാ. See who is here? Your new au pair, Tanu. Okay? She's gonna play with you all the time. Happy ആയോ? Okay. എന്നാ നിങ്ങൾ പോയി കളിച്ചോട്ടാ. Yes, go. ഓടിക്കോ. ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്കാന്ന്. ഓക്കെ? തനുവിന്റെ വീട്ടില് അമ്മ മാത്രമേ ഉള്ളോ?
അമ്മയ്ക്കിപ്പോൾ സുഖമില്ല, അങ്ങനെ പണിക്കൊന്നും പോകാറില്ല. അതുകൊണ്ടാ ജോർജേട്ടായി പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ജോലിക്ക് വന്ന്. ഇതങ്ങനെ വലിയ ജോലിയൊന്നുമല്ല. കുട്ടികളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കണം. പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. പക്ഷെ 1 വർഷം ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അക്കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ജോർജേട്ടായി പറഞ്ഞിരുന്നു. പിന്നെ പണി ചെയ്തിട്ട് കുറച്ച് പൈസ അമ്മയ്ക്ക് അയക്കണം. ഞാൻ എന്ത് ജോലി വേണേലും ചെയ്തോളാം. ഇതാ കുടിക്കാം. ഒപ്പേസിനെ കൊണ്ട് അങ്ങനെ വലിയ ജോലിയൊന്നും ചെയ്യിക്കാൻ പാടില്ല. അതിനൊക്കെ ഇവിടെ സ്ട്രിക്റ്റ് റൂൾസ് ഉണ്ട്. എന്തായാലും വന്നല്ലേ ഉള്ളൂ, ഒന്ന് ഫ്രഷ് ആവാം. ഭക്ഷണമൊക്കെ എടുത്തേക്കാം. വാ, മുറിയൊക്കെ കാണിച്ചു. തനു, ഡു യു സ്പീക്ക് സം ഇംഗ്ലീഷ്? കുറച്ചൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കില്ലേ? കുട്ടികളങ്ങനെ മലയാളം പറയില്ല, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. I speak small English. ഹലോ ഹലോ. അമ്മ, ഞാൻ ഇന്ന് ഇവിടുന്ന് പോരും. മറ്റന്നാൾ രാവിലെ അവിടെ എത്തുക. പക്ഷെ അമ്മ, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഞാൻ എനിക്ക് കിട്ടണത് മുഴുവൻ നാട്ടിക്കല്ല അയക്കണ്ടായിരുന്നേ. ഇല്ല അമ്മ, അങ്ങനെ അധികം പൈസ ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഇവരൊക്കെ നല്ല ആൾക്കാരാ. ജോർജേട്ടായി വെറുതെ പുള്ളിക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടി ഓരോന്ന് പറയണ്ടായിരുന്ന. വിഷമിക്കല്ലേ അമ്മ, ഞാൻ നോക്കട്ടെ. ചിലപ്പോ ഒരു വഴി കാണും. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിലും ഞാൻ നാട്ടിൽ വന്നാൽ മറ്റേ പിറവത്തെ പാക്കിംഗ് ജോലിക്ക് പോയിക്കോളാം. എല്ലാം ശരിയാവും അമ്മ, വിഷമിക്കല്ലേ. അമ്മ, ഒരുപാട് നേരമായി. മറ്റന്നാൾ അവിടെ വന്നിട്ട് കാണാം. ശരി ശരി. ശരി. എല്ലാം എടുത്തു വെച്ചോ. എന്നാ കുട്ടികളോട് ബൈ പറഞ്ഞിട്ട് വാ, ഫ്ലൈറ്റ് മിസ്സാക്കണ്ട. തനു, എനിക്ക് ടിക്കറ്റ് മറക്കണ്ട. അത് സൂക്ഷിച്ച് എവിടെയെങ്കിലും എടുത്തു വെച്ചോളൂ. 1 വർഷം പെട്ടെന്ന് പോയല്ലേ. തനുള്ളത് വലിയൊരു സഹായമായിരുന്നു കുട്ടികൾക്കും ഞങ്ങൾക്കും. താങ്ക് യു ഫോർ എവറിത്തിങ് തനു. Arvind, did you see my ring? റിങ്ങോ? ഇല്ല. വൈ? I had put it in the kitchen as I always do, but it's missing now.
മിസ്സിങ്ങോ? നീ ഒന്നുകൂടെ നോക്കിക്കേ, അത് അവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഇല്ലെന്നേ, അവിടെ എല്ലായിടത്തും ഞാൻ നോക്കി, അവിടെ കാണാനില്ല. വാട്ട്സ് റോങ്? ഇഫ് ഇറ്റ്സ് നോട്ട് ഇൻ ദ കിച്ചൺ, ഇറ്റ് വിൽ ബി ഇൻ ദ ബെഡ്റൂം. അതെവിടെ പോകാനാ? അതെ, എവിടെ പോകാനാ? ഇതുവരെ എവിടെയും പോയിട്ടില്ല. അരവിന്ദ്, എനിക്ക് തനുവിൻ്റെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യണം. വാട്ട്? എന്തായി പറയുന്നേ? ആ പറഞ്ഞത് തന്നെ, എനിക്ക് അവളുടെ ബാഗ് ഒന്ന് നോക്കണം. സ്മിത, you seem disturbed. Don't make stories in your head. Aravind, don't be too naive. I heard her speaking to her mom. ആരെന്ത് പറഞ്ഞെന്ന്? ഈ തനുവിനെ സംശയിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? Aravind, you don't get it. I just want to check her bag right now. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഈ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യണം. അതെ, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. Let me do it. തനു, നീ ബാഗ് ഒന്ന് കാണിക്ക്. നീ ബാഗിൽ എന്താണെന്ന് കാണിച്ച തീരുന്ന പ്രശ്നം എവിടെയുള്ളൂ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അരവിന്ദ്? തനു, ആ ബാഗ് ഒന്ന് കാണിക്ക്. Let's get this over with. ആ ബാഗ് ഒന്ന് കാണിക്ക് തനു. ബാഗ് കാണിക്ക് തനു. തനു, തനു. ഞാൻ നോക്കാം. നിനക്ക് സമാധാനമായല്ലോ? ലെറ്റ് മീ ഹാൻഡിൽ ദിസ്. നീ ആ കിച്ചണിൽ ഒന്നുകൂടെ പോയി നോക്കിക്കേ. തനു, തനു, ഞാൻ ഒന്ന് പറയട്ടെ. കഥക് തുറക്ക് തനു. ഞാൻ പറയുന്നത് കേക്ക് തനു. തനു, കഥക് തുറക്ക് തനു. ഒരു വഴി കാണുമെന്ന്. ഇതാണോ അവളുടെ വഴി? ഹൗ ഡെയർ ഷീ! ഇത്രയും ദിവസം ഒരു പാവത്തിനെ പോലെ ഇരുന്നിട്ട് ഇന്നവിടെ നിന്ന് അങ്ങ് പോയാൽ പിന്നെ ആരും അറിയില്ലല്ലോ. എന്താണ്? വാട്ട്? Where did you get this, Deepu? അരവിന്ദ്, അരവിന്ദ്, I got it. ദീപുവിന്റെ കയ്യിലായിരുന്നു. തനു, 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 കഥക് തുറക്കും മോളെ. ഐ എം സോറി, റിയലി സോറി. തനു മോളെ, കഥക് തുറക്ക. റിങ് കിട്ടി. ദീപുവിന്റെ കയ്യിലായിരുന്നു. മോളെ, അന്നേരത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞു പോയതാ. പ്ലീസ് ഓപ്പൺ ദ ഡോർ. തനു, തനു. You know, Tanu, I could never get over the guilt. We tried every means to reach you. നിന്നെ കുറേ പ്രാവശ്യം വിളിച്ചു നോക്കി, നാട്ടിൽ വന്നപ്പോൾ നിന്നെ കാണാനും ഒക്കെ ശ്രമിച്ചു. But you were gone. I'm sorry, Tanu. I really mean it. I hurt you so bad, അല്ലേ? Did you ever forgive me? നിന്നെ ഇതൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് പറയണമെന്നായിരുന്നു. അതിന് സാധിച്ചു. എന്തായാലും ഇപ്പോഴെങ്കിലും നീ ഒന്ന് വന്നല്ലോ. ഡു യു നോ വാട്ട് ബോട്ട് മീ ബാക്ക്? അന്ന് ആ വീട്ടില് ദൈവം ഉണ്ടായിരുന്നു, എന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രം. യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്, തനു. എനിക്ക് നീ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. There's lot happened that day and I want you to know about it. എല്ലാം എടുത്ത് വെച്ചോ. എന്നാ കുട്ടികളോട് ബൈ പറഞ്ഞിട്ട് വാ, ഫ്ലൈറ്റ് മിസ്സാക്കി. തനു, നീ ടിക്കറ്റ് മറക്കണ്ട, എവിടെയെങ്കിലും സൂക്ഷിച്ചെടുത്ത് വെച്ചോളൂ. ഒരു വർഷം പെട്ടെന്ന് പോയല്ലേ. Arvind, did you see my ring? റിങ്ങോ? ഇല്ല. Why? I had put it in the kitchen as I always do, but it's missing now. മിസ്സിങ്ങോ? നീ ഒന്നുകൂടെ നോക്കിക്കേ, അത് അവിടെ എവിടെയെങ്കിലും തന്നെ കാണും. Arvind,
എനിക്ക് തനുവിൻ്റെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യണം. വാട്ട്? നീ ആ ബാഗിൽ എന്താണെന്ന് കാണിച്ചു തീരുന്ന പ്രശ്നമേ ഉള്ളൂ. കണ്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഈ ബാഗ് ഒന്ന് കാണിക്കും. ബാഗ് കാണിക്കു തനു. തനു ബാഗ് കാണിക്കു തനു. തനു തനു ഞാൻ പറയട്ടെ. കഥക് തുറക്ക് തനു. ഞാൻ പറയുന്നത് കേക്ക് തനു. റിങ് കിട്ടി. ദീപുവിന്റെ കയ്യിലായിരുന്നു. But how could it be? And why? I spent all these years in guilt for hurting you. And here you are telling me that I was not at fault? And if you took the ring, how did Deepak bring that to me? And forget about all of that. Nobody would ever come to know. You have come back all the way to tell me this? എനിക്ക് ആക്ച്വലി ഇത് ഇവിടെ ഒന്നും പറയാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്ന് എൻ്റെ ബാഗിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ച ആ ഒരു റിങ് എങ്ങനെ സ്മിതയ്ക്ക് കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞത്, അന്ന് ആ വീട്ടിൽ ദൈവം ഉണ്ടായിരുന്നു. അതേ ദൈവമാണ് ഇന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞങ്ങളിപ്പോൾ ദുബായിലാണ്. ഞങ്ങൾക്ക് 6 വയസ്സുള്ളൊരു മോനും ഉണ്ട്. ഒരു ദിവസം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിൽ ഞാൻ അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ട്രാൻസ്ഫോമേഴ്സ് ടോയ് കണ്ടു. എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ക്ലാസ് ടീച്ചർ ഗിഫ്റ്റ് കൊടുത്താന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. കുറച്ച് ദിവസം കഴിഞ്ഞ് അവൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ പേരൻറ്റ് കംപ്ലൈൻറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് അവൻ വളരെയധികം പ്ലാൻ ചെയ്ത് മോഷ്ടിച്ചെടുത്തതാണ്. കേട്ടപ്പോൾ ഭയങ്കര വിഷമമൊക്കെ തോന്നി. ചീത്ത പറയണമെന്നോ അടിക്കണമെന്നോ ഉപദേശിക്കണമെന്നോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമുക്കൊരു സാധനം വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതെത്ര അർഹതപ്പെട്ടതല്ലെങ്കിലും സാഹചര്യം എത്ര ഒക്കെ അല്ലെങ്കിലും നമ്മളത് എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ നോക്കും. അതെന്നെക്കാളും നന്നായിട്ട് ആർക്കും മനസ്സിലാവില്ല. ഞാൻ അന്ന് ചെയ്ത ആ ഒരു തെറ്റ് ഇവിടെ ഒന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ലൈഫിൽ ഒരിക്കലും എൻ്റെ മോനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. Finally, after 22 years, I can be at peace with myself. Thank you, Smita. Bye.